അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് എവിടെയെന്ന് വെച്ചാൽ സൗദി അറേബ്യയിലെ യാംബു എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. നമുക്ക് ഇവിടുന്ന് ഒരു 3-3.5 മണിക്കൂർ യാത്രയുണ്ട്. രാവിലത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്താണ് പാന്റിന് സിബ് ഇട്ടിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത്. ഭാഗ്യത്തിന് അടുത്താരും ഉണ്ടായിട്ടില്ല. ഏതായാലും നമുക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ സമയമായി. ഞാൻ അവിടെ ഇങ്ങനെ തിരിഞ്ഞളിച്ചിട്ട് കാര്യമില്ല, വേഗം ഡ്യൂട്ടിക്ക് പോകാൻ നോക്കട്ടെ. ഇന്ന് ഞാനും നിസ്വലും കൂടി ആട്ടെ പോണത്. ഓന് കയറി പാടാന്നില്ല, ചാവി എവിടെ ഇടുന്നൊക്കെ തപ്പി നടക്കും. രാത്രിയിലെ ബിരിയാണി ഞാൻ രാവിലെ ചൂടാക്കി കഴിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് വിശപ്പില്ല. ഇവന് നല്ല വിശക്കുണ്ട് കണ്ടപ്പോൾ ഞങ്ങൾ ഏതായാലും കഴിക്കാൻ കയറി. ഞാനൊരു ചായ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. ജിദ്ദയിലെ ദഹബാനിലെ നമ്മളൊരു സൈറ്റിനകത്തുള്ള ഹോട്ടലാട്ടത്. മലയാളികൾ തന്നെയാണ് ഇത് നടത്തുന്നത്. ഈ സൈറ്റിൽ ഏറെക്കുറെ ഫുള്ള് മലയാളികൾ തന്നെയായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇനി വേഗം പോവാനുള്ള പരിപാടി നോക്കട്ടെ. അങ്ങനെ നമ്മളെ യാത്രയൊക്കെ തുടങ്ങി കുറച്ച് അങ്ങോട്ട് പോയപ്പോഴേക്കും റോഡ് മുഴുവൻ പൊടിക്കാറ്റോണ്ട് നിറഞ്ഞിരിക്കണം. നമ്മളെ വണ്ടിയിലാണെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ആട്ടാടുണ്ട്. അമ്മാതിരി കാറ്റാണ് ഈ വീശണ്. ഏതായാലും നമ്മൾ നോക്കിയും കണ്ടൊക്കെ അങ്ങനെ ഓടിച്ചു പോകുന്നുണ്ട്. സൈഡിലേക്ക് നോക്കിയപ്പോഴുണ്ട് ആ മലമുകളിൽ നിന്നൊക്കെ ഒട്ടകങ്ങൾ വരിവരായിട്ട് ഇറങ്ങി വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒട്ടകങ്ങൾ വരിവരിയായി. ആ സംഭവമാണ് ഇവിടെ. യാംബു എന്ന് പറഞ്ഞ സ്ഥലം ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ കേട്ടോ. അതായത് ഇവിടെയുണ്ട് പെട്രോൾ കുഴിച്ചെടുക്കുന്ന പരിപാടികളൊക്കെ, പിന്നെ സിമെന്റ് ഫാക്ടറി, അങ്ങനെ എല്ലാവിധ ഫാക്ടറികളും കാര്യങ്ങളൊക്കെ യാംബു തന്നെയാണുള്ളത്. ഒരു ഉച്ചയായപ്പോൾ നമ്മൾ നമ്മുടെ സൈറ്റിലെത്തി. ഇനി നേരെ ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാന്ന് വെച്ച്. എവിടെ പോയാലും നമ്മൾ അവിടെ ആദ്യം മലയാളി ഹോട്ടൽ ഉണ്ടോ എന്ന് തപ്പണം. അങ്ങനെ നല്ലൊരു മലബാർ റെസ്റ്റോറന്റ് നമ്മൾ കണ്ട്. കറിന്റെയും കൂട്ടാന്റെയും ടേസ്റ്റ് കൊണ്ട് 2 തവണ ചോറിടേണ്ടി വന്നു. അത് കഴിഞ്ഞ് ആ കൂട്ടിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ നല്ല ചൂട് പഴംപൊരി. എന്റെ എടുക്കലേ കണ്ട വിചാരിച്ചു ഇവനെ പൈസ കൊടുക്കണം. സംഭവം പൈസ ഞാൻ തന്നെ കൊടുക്കേണ്ടി വന്നു. സാരില്ല, അടുത്തേലും ഓനെ നമ്മൾ കുടിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ. ഏതായാലും അവിടുന്ന് ഇറങ്ങി നേരെ സൈറ്റ് പോട്ടെ. പണി എന്താന്ന് വെച്ചാൽ നമ്മളെ ഈ സൈറ്റിൽ നമുക്കൊരു പുതിയ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മൾ. വേറെന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പുറത്തേക്ക് നെറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പുറത്തൊരു വൈഫൈ സെറ്റ് ചെയ്തിരുന്നു. അതെന്തോ കിട്ടണില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ എല്ലാം സെറ്റാക്കി അടിപൊളിയാക്കി നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ്. യാംബുലെ എയർ ഡിഫൻസിന്റെ സ്ഥലമൊക്കെ ആയിട്ടത് വല്ലാതെ അവിടെ തിരിഞ്ഞടിച്ചാൻ പറ്റില്ല, ഉണ്ട കയറും നെഞ്ചത്ത്. നമുക്ക് തിരിച്ചു പോകാനുള്ള ലൊക്കേഷൻ ഇതാട്ടെ വരുന്നത്. 3.5 മണിക്കൂർ നമുക്ക് ഇനി അങ്ങോട്ട് ഓടാണ്ട്. നമ്മൾ റാബിക്കിൽ കണ്ട പോലെ ഇവിടെയും അതാ എണ്ണ കുഴിച്ചെടുക്കുന്ന സംഭവങ്ങളാണ് ആ കാണുന്നത്. ഒരു 8 മണി ആയപ്പോഴേക്ക് നമ്മൾ ജിദ്ദയിലെത്തി. ഇവരിവിടെ കറി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പൊറാട്ടയും ചപ്പാത്തി കൂടി പാർസൽ വാങ്ങി വന്നതാണ്. മുട്ട കലക്കി പറഞ്ഞിട്ട് എന്തോ കറി ഉണ്ടെന്ന് പറഞ്ഞ് തൻവീർ. അപ്പോൾ ഇന്നത്തെ രാത്രിയിലെ ഫുഡ് അതാക്കാന്ന് വിചാരിച്ച് അങ്ങനെ നല്ല പൊറാട്ടയും മുട്ടക്കറിയും അടിച്ചോണ്ടിരിക്കും കേട്ടോ. അതിന്റെ അടുക്ക് നിസ്ഫലിന് കിട്ടിയ ചപ്പാത്തി അത് പപ്പടാണോ ചപ്പാത്തിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കൊലത്തിലേക്ക്. ഇനി കുളിയും കാര്യങ്ങളും കഴിഞ്ഞ് ഒറ്റ കിടത്തം കിടക്കണം. അപ്പം എന്നാ ശരി, ഇനിയും വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം.